മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയെ കാണാനില്ലാത്തതിനാൽ വളരെ വിഷമിക്കുന്നുണ്ട് അനന്തവും കണ്ണനും. അങ്ങനെ കണ്ണൻ അനന്തുവിനോട് പറയുന്നുണ്ട്, നീ മഹിയെ ഒന്ന് വിളിച്ചു നോക്കുമെന്ന് പറയുന്നു. അങ്ങനെ മഹിയെ വിളിക്കുമ്പോൾ മഹിക്ക് ഔട്ട് ഓഫ് റേഞ്ചാണ് കാണിക്കുന്നത്. പിന്നീട് ലേഖയെ ഒന്നും കൂടെ വിളിച്ചു നോക്കാൻ പറയുന്നു. അങ്ങോട്ട് ലേഖയെ വിളിച്ചു നോക്കുമ്പോൾ ലേഖ പറയുന്നുണ്ട്, ഇവിടെ വന്നിട്ടില്ല, ഞാനിപ്പം മഹി വരുന്നതെന്നും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല അനന്തവേട്ടാ എന്ന് പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോഴേക്കും കണ്ണൻ ആകെ വല്ലാണ്ടാകുകയാണ്. അന്നേരം അനന്ത് പറയുന്നുണ്ട്, മാർക്കോനോട് പറഞ്ഞിട്ടുണ്ടല്ലോ നീ ധൈര്യമായിട്ടിരിക്കുക, എന്താണെങ്കിലും മാർക്കോ അത് ശ്രദ്ധിച്ചോളൂ എന്ന് പറയുന്നു. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, മാർക്കോയ്ക്ക് ഇപ്പോൾ എപ്പോഴും അയാളുടെ പിറകെ നടക്കാനുള്ള സമയം ഉണ്ടാവുമോ, എന്താണോ, എനിക്കെല്ലാം കൂടെ ആലോചിച്ചിട്ട് ആകെ പേടിയാവുന്നു, അയാൾക്ക് പുറത്ത് മുഴുവൻ ശത്രുക്കളാണെന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. പിന്നീട് പ്രതാപന് സന്തോഷം അടക്കാനായില്ല. പ്രതാപന് ആകെ സന്തോഷത്തിലാണ്. കാരണം എന്തെന്ന് വെച്ചാൽ മഹിയെ കൊന്നെന്നുള്ള വാർത്ത മേഘം വഴി അറിയുകയാണ്. അങ്ങനെ അവിടെ വളരെ സന്തോഷിക്കുന്നുണ്ട് അമ്മയും കരുണയുമെല്ലാം. അങ്ങനെ കരുണ ആ സന്തോഷത്തിൽ കമലേശ്വരം വീട്ടിലെത്തുന്നുണ്ട്. പക്ഷേ കമലേശ്വരം വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഉണ്ണിയോടും എല്ലാം സന്തോഷം പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ വളരെ സന്തോഷത്തിലാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് ഉണ്ണിയുടെ അടുത്തോട്ട് അനന്ത് വിളിക്കുന്നുണ്ട്, മഹി എവിടെ എത്തിയോ എന്ന് ചോദിച്ചുകൊണ്ട്. അന്നേരം ഉണ്ണി പറയുന്നു, ഇല്ലല്ലോ ഏട്ടത്തി ഇവിടെ എത്തിയിട്ടില്ല, എന്താണെങ്കിലും ഇവിടെ ഉടനെ വരുമായിരിക്കും, ഏട്ടത്തിക്കൊന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ ഉണ്ണി ഇങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ കണ്ണൻ സമാധാനമായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണി ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേക്കും ദുർഗയോടും കരുണയോടും പറയുന്നുണ്ട്, എന്താണെങ്കിലും ഏട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നണം, ഏട്ടത്തി വരുന്നു പ്രതീക്ഷിച്ചിരിക്കുകയാണ്, എന്താണെങ്കിലും അവരുടെ കഥ കഴിഞ്ഞിട്ടുള്ള കാര്യം ഏട്ടൻ അറിഞ്ഞിട്ടില്ലാണെന്ന് തോന്നുന്നു, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുകയാണ് ഉണ്ണി. അങ്ങനെ വാമദേവനോടായിട്ട് മേഘനാഥൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും അവളുടെ കഥ കഴിഞ്ഞു, അവളുടെ ചിത എരിയുന്നത് കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഘനാഥൻ അവിടെ നിന്നും പോവുകയാണ്. മേഘനാഥനും പ്രതാപനും കൂടെ മഹാലക്ഷ്മിയെ ദഹിപ്പിക്കുന്നിടത്തോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഗുണ്ടകളെല്ലാം മഹാലക്ഷ്മിക്ക് ഒരുക്കുന്ന ചിതയെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതെല്ലാം കണ്ട് സന്തോഷിച്ചുകൊണ്ട് മേഘനാഥൻ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും മഹാലക്ഷ്മിയുടെ ചിതയ്ക്കെല്ലാം തീ കൊളുത്താനുള്ള ശ്രമം നടത്തുകയാണ്. അങ്ങനെ അവർ തന്നെയാണ് തീ കൊളുത്തുന്നതൊക്കെ. അങ്ങനെ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ മാർക്കോയും ലോപ്പസും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ മഹാലക്ഷ്മിയാണ് എരിഞ്ഞടങ്ങുന്നതെന്നുള്ള സന്തോഷത്തിൽ രണ്ടുപേരും ചിരിക്കുന്നെല്ലാമുണ്ട്. പക്ഷേ മാർക്കോ ഇതിലൊരു കളി കളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇവർ രണ്ടുപേരും അറിയുന്നില്ല. അങ്ങനെ മഹാലക്ഷ്മിയെ മാർക്കോ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ ഗുണ്ടകളെ മാർക്കോയുടെ വലയിലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് മാർക്കോ ഈ കളി കളിക്കുന്നത്. പക്ഷേ ഇതൊന്നും അറിയാതെയാണ് മേഘനാഥനും പ്രതാപനും ചിത കത്തിക്കുന്നതും ആർത്തുല്ലസിക്കുന്നതുമൊക്കെ. മേഘനാഥൻ ഗുണ്ടകളുടെ അടുത്ത് ഈ മാർക്കോയുടെയും ഫോട്ടോ കാണിക്കുമ്പോൾ തന്നെ അവർക്ക് ഈ മാർക്കോയെ ഒരു ഭയം പോലെയാണ് കാണിച്ചിരുന്നത്. അതുകൊണ്ട് മാർക്കോ അവരെ പെട്ടെന്ന് വലയിലാക്കുകയൊക്കെ ചെയ്തത്. കാരണം അവർക്കറിയാം മാർക്കോ ആരാണെന്നുള്ള കാര്യം, തങ്ങളുടെ ജീവനും കൂടി അപകടത്തിലാവുമെന്ന് ഓർത്ത് അവർ മാർക്കോയുടെ വലയിലാകുകയും ചെയ്തു പെട്ടെന്ന് തന്നെ. അങ്ങനെ എല്ലാവരുടെയും സന്തോഷം കെടുത്തിക്കൊണ്ട് തന്നെ മഹാലക്ഷ്മി പുതിയൊരു ജീവിതത്തിലോട്ട് തിരിച്ചു വരികയാണ്. ഇനിയുള്ള എപ്പിസോഡുകളിലാണ് നമുക്കതെല്ലാം കാണാൻ കഴിയുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.